കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് കൈകേയിയുടെ ആഗ്രഹമനുസരിച്ചിട്ട് ശ്രീരാമചന്ദ്രനും സീതാദേവിയും ലക്ഷ്മണനും വനവാസത്തിന് പുറപ്പെടാൻ തീരുമാനിച്ച ആ ഭാഗം വരെയാണ് പറഞ്ഞത്. ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് പറയുകയാണ്, അനുജ, വനത്തിലേക്ക് ഞങ്ങളുടെ കൂടെ പോരുവാൻ നിശ്ചയിച്ചു എങ്കിൽ വില്ലും അമ്പും അവനാഴിയും എടുത്തുകൊള്ളുക. വിഷമം സൃഷ്ടിക്കുന്ന രാക്ഷസന്മാർ ധാരാളമായി വനത്തിലുണ്ട്. അതുകൊണ്ട് യുദ്ധത്തിൽ അവരെ തോൽപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള എല്ലാ ആയുധങ്ങളും നീ എടുക്കണം. ഇങ്ങനെ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് പറയുന്ന ആ ഭാഗം വരെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത്. അങ്ങനെ ശ്രീരാമചന്ദ്രൻ്റെ ആജ്ഞ കിട്ടിയപ്പോൾ ലക്ഷ്മണൻ വിശിഷ്ടങ്ങളായ ബാണങ്ങൾ സംഭരിച്ചു. രാമൻ അപ്പോൾ ലക്ഷ്മണനോട് പറയുകയാണ്, ലക്ഷ്മണ, ഭണ്ഡാരത്തിലുള്ള ധനങ്ങളെല്ലാം ഉപേക്ഷിച്ചേക്കുക. ഇനി ധനം കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. അതിനാൽ ദാനം ചെയ്യുന്നതിന് ദാനം അർഹിക്കുന്ന ആളുകളെ വിളിച്ചു വരുത്തുക. ബ്രാഹ്മണർക്കും ഋഷികൾക്കും പുരോഹിതന്മാർക്കുമായി ധനമെല്ലാം ദാനം ചെയ്യുക. ധനം സ്വീകരിക്കുവാൻ വരുന്ന ബ്രാഹ്മണർക്കൊക്കെ ധനം കൊടുക്കുക. ധനം തേടി ആരൊക്കെ വരുന്നുവോ അവർക്കൊക്കെ ഉള്ളതൊക്കെ കൊടുത്തേക്കുക. എൻ്റെ ദുഃഖം നിമിത്തം ദുഃഖിതരായി തീരുന്നവരൊക്കെ 14 വർഷം ഈ ധനം കൊണ്ട് സുഖമായി ജീവിക്കട്ടെ. ഇങ്ങനെ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് നിർദ്ദേശിക്കുന്നു. നിർദ്ദേശം കിട്ടിയ ലക്ഷ്മണൻ ഉടൻ തന്നെ തൻ്റെ ഭണ്ഡാരത്തിലെ ധനം മുഴുവനും ശ്രീരാമൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് സമർപ്പിച്ചു. ഭണ്ഡാരം ശൂന്യമായി തീരുന്നത് വരെ ആ ധനമെല്ലാം വിതരണം ചെയ്യുകയും ചെയ്തു. രാമൻ മധുരവചനങ്ങൾ കൊണ്ട് എല്ലാവരെയും സന്തോഷിപ്പിച്ചു. രാമൻ പറയുകയാണ്, എന്നെക്കുറിച്ച് ഓർത്ത് ആരും തന്നെ ദുഃഖിക്കരുത്. അനുജൻ ഭരതൻ എല്ലാവരെയും പരിപാലിക്കും. ഭരതന് യാതൊരു ദോഷവുമില്ല. ഭരതൻ്റെ പെരുമാറ്റത്തിൽ ഞാൻ വളരെയധികം സന്തുഷ്ടനാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും തന്നെ യാതൊരു കാരണവശാലും വിഷമിക്കരുത്. ഇങ്ങനെ പറഞ്ഞതിനു ശേഷം ദാനം ആരംഭിച്ചു. ഭണ്ഡാരത്തിലുള്ളത് മുഴുവനും ദാനം ചെയ്തു. അങ്ങനെ ആ ധനം മുഴുവൻ തീർന്നു. ആ സമയത്താണ് ത്രിജട എന്ന ദരിദ്രനായ ബ്രാഹ്മണൻ അവിടേക്ക് എത്തിച്ചേർന്നത്. രാമൻ ദാനം ചെയ്യുന്നു, ദാനം നൽകുന്നു എന്ന് കേട്ടാണ് അവിടേക്ക് എത്തിയത്. കണ്ണിന് കാഴ്ചയില്ല, വേഗം പോകുവാനും വയ്യ. പത്നി ആ ബ്രാഹ്മണനെ ഉപദേശിച്ചു. ദരിദ്രനെ ധനകനാക്കുന്ന വിധം ശ്രീരാമൻ ദാനം ചെയ്യുന്നു. നിങ്ങളും ഞാനും അതിദരിദ്രരാണ്. വൃദ്ധനും വൃദ്ധയുമാണ് നമ്മൾ. നമ്മളെ ആര് പരിപാലിക്കും? എവിടെ നിന്നും ആഹാരം ലഭിക്കും? ഇങ്ങനെ പത്നി ആ ബ്രാഹ്മണനോട് ചോദിച്ചപ്പോൾ ശ്രീരാമചന്ദ്രൻ ദാനം ചെയ്യുന്നു എന്ന് കേട്ട ആ ബ്രാഹ്മണൻ വടിയും കുത്തി വളരെ കഷ്ടപ്പെട്ട് ശ്രീരാമൻ്റെ സന്നിധിയിൽ എത്തിച്ചേർന്നു. എന്നിട്ട് പറയുകയാണ്, ഞാൻ ത്രിജട എന്ന ദരിദ്രനായ ബ്രാഹ്മണനാണ്. വാർദ്ധക്യകാലമായി ഭാര്യയെ പുലർത്തുന്നതിന് കഴിവില്ല. ഞങ്ങൾക്ക് പുത്രനുമില്ല. എന്നെ ഇനി ആര് പരിപാലിക്കും? പട്ടിണി കിടന്ന് വൃദ്ധനും വൃദ്ധയും മരിക്കും. അവിടുന്നല്ലാതെ ദരിദ്രർക്ക് മറ്റാരാണ് ആശ്രയം?
ബ്രാഹ്മണന്റെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ടപ്പോൾ ശ്രീരാമൻ പറയുകയാണ്, ബ്രാഹ്മണ, അങ്ങ് എല്ലാം കഴിഞ്ഞപ്പോഴാണല്ലോ വന്നത്. പണം മുഴുവനും തീർന്നിരിക്കുന്നു. അതുകൊണ്ട് അങ്ങ് 1,00,000 പശുക്കളെ കൊണ്ടുപോയിക്കൊള്ളുക. പശുവിനെ ദാനം കിട്ടിയപ്പോൾ ബ്രാഹ്മണന് സന്തോഷമായി. കുടുമ മുറുക്കെ കെട്ടി കയ്യിൽ വടിയുമൂന്നിക്കൊണ്ട് ഒരു പല്ലക്കിൽ കയറി. അതുകണ്ട് അവിടെ കൂടിയിരുന്ന മറ്റു ചില ആളുകൾ വിചാരിക്കുകയാണ്, ഇത്രയും പശുക്കളെ ഈ ബ്രാഹ്മണന് എങ്ങനെയാണ് നോക്കാൻ സാധിക്കുന്നത്? ഇത്രയും പശുക്കളെ പരിപാലിച്ച് ഈ ബ്രാഹ്മണൻ മിക്കവാറും മരിച്ചു പോകും. അതോടുകൂടി ശ്രീരാമന് ബ്രാഹ്മണ വധശാപവും ലഭിക്കും. ഇങ്ങനെ ജനങ്ങൾ വിചാരിക്കുകയാണ്. അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, ശരിയാണ്, ഈ ബ്രാഹ്മണന് 1,00,000 പശുക്കളെ പരിപാലിക്കാനുള്ള ആരോഗ്യമില്ല. അതിനാൽ തൊഴുത്തും നൽകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും. എന്താണ് ആവശ്യം? ഇങ്ങനെ ശ്രീരാമൻ ഈ ബ്രാഹ്മണനോട് തന്നെ ചോദിക്കുന്നു. അപ്പോൾ ത്രിജട എന്ന ബ്രാഹ്മണൻ പറയുകയാണ്, മറ്റൊന്നും വേണ്ട, പശുക്കൾ മാത്രം മതി. ഞങ്ങൾ വൃദ്ധനും വൃദ്ധയ്ക്കും വേണ്ട പാൽ പശുവിൽ നിന്നും ലഭിക്കും. അത് ഞങ്ങൾ കുടിച്ചോളാം. ബാക്കി പാൽ വിറ്റാൽ ആവശ്യത്തിന് പണവും കിട്ടും. ഞങ്ങൾക്ക് ഇത് മാത്രം മതി. ഇങ്ങനെ ത്രിജട എന്ന ബ്രാഹ്മണൻ ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു. അങ്ങനെ ദരിദ്രനായി ശ്രീരാമചന്ദ്രൻ്റെ അടുത്തേക്ക് വന്ന ത്രിജട എന്ന ബ്രാഹ്മണൻ ഒരു വലിയ ധനികനായി 1,00,000 പശുക്കളെയും കൊണ്ട് തിരിച്ചുപോയി. അതിനുശേഷം രാമനും ലക്ഷ്മണനും സീതയും വനത്തിലേക്ക് പോകുവാൻ തയ്യാറായി. കാട്ടുതീ പോലെയാണ് ആ വാർത്ത അയോധ്യയിലെങ്ങും പരന്നത്. എല്ലാ വീടുകളിലും സ്ത്രീകളും പുരുഷന്മാരും തലയിൽ കൈവച്ച് കരഞ്ഞുകൊണ്ടേയിരുന്നു. ഇതുവരെ സൂര്യകിരണം പോലും കണ്ടിട്ടില്ലാത്ത സീത ഇപ്പോൾ വനത്തിലേക്ക് പോകുന്നു. സ്വർണ്ണപ്പല്ലക്കിൽ സഞ്ചരിക്കാറുള്ള രാമനിതാ നടന്നു പോകുന്നു. എങ്ങും ഇങ്ങനെ കണ്ടിട്ടില്ല, കേട്ടിട്ട് പോലുമില്ല. വൃദ്ധരും കുട്ടികളുമെല്ലാം വാവിട്ട് കരഞ്ഞു. സ്ത്രീകൾ തലയിൽ കൈവച്ച് വിലപിച്ചുകൊണ്ടേയിരുന്നു. ലോകനാഥനായ രാമൻ അച്ഛനെ പിരിഞ്ഞ് തപോവനത്തിലേക്ക് പോകുന്നു. രാജാവിന് ബുദ്ധിയില്ല, ജ്ഞാനം മറഞ്ഞിരിക്കുന്നു. രാമൻ വനത്തിൽ പോയാൽ എങ്ങനെ അദ്ദേഹം ജീവൻ പിടിച്ചു നിർത്തും? കൈകേയി രാജാവിനെ ഭ്രാന്ത് പിടിപ്പിച്ചു. രാമനെ പോലൊരു മകനെ വനത്തിൽ അയച്ച രാജാവിന് ഉടൻ തന്നെ മരണമാണ് ഫലം. തീർച്ചയാണ് വിനാശകാലേ വിപരീത ബുദ്ധി. ജാനകി സമേതനായി രാമൻ തപോവനത്തിലേക്ക് പോകുവാൻ തയ്യാറായി. രാജ്യസുഖഭോഗങ്ങൾ വെടിഞ്ഞ് ലക്ഷ്മണനും തയ്യാറായി. അവരെ അയോധ്യാവാസികൾ അനുഗമിക്കുവാൻ തീരുമാനിച്ചു. ഇനി 14 വർഷം അവരും അവരുടെ കൂടെ വനത്തിൽ താമസിക്കും. അയോധ്യയിലെ ഭവനങ്ങളുടെ വാതിലുകൾ അടഞ്ഞുകിടന്നു. കൈകേയി ഭരതനെ കൊണ്ട് രാജ്യം ഭരിപ്പിക്കട്ടെ, കുറുക്കനും സിംഹവും മാത്രം നിറഞ്ഞ രാജ്യം അമ്മയും മകനും കൂടി ഭരിക്കട്ടെ. ഇങ്ങനെയൊക്കെ ജനങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. അതിനുശേഷം ദശരഥ മഹാരാജാവിൻ്റെ അടുക്കലേക്ക് 3 പേരും ചെന്നു. മൂവരും പുറത്തു നിന്നു. അകത്ത് രാജാവ് ശപിക്കുകയായിരുന്നു. കൈകേയി, പെൺപാമ്പേ, എൻ്റെ നാശത്തിനാണ് നിന്നെ ഞാൻ കൊണ്ടുവന്നത്. നീ രഘുവംശത്തിനു തന്നെ നാശം വരുത്തിയല്ലോ. രാക്ഷസി, രാമനെ പോലെ ഉത്തമനായ പുത്രനെ നീ വനവാസിയാക്കിയില്ലേ? രാമൻ വനത്തിലേക്ക് പോകുന്നത് എങ്ങനെ കാണും?
രാമൻ വനത്തിൽ പോയാൽ ഞാൻ എൻ്റെ ജീവൻ വെടിയും. ജീവിച്ചിരുന്നിട്ട് പിന്നെ എന്താണ് കാര്യം? സ്ത്രീവശനെന്ന് പറഞ്ഞ് ലോകം എന്നെ നിന്ദിക്കും. വലിയ രാജാക്കന്മാരെ ഞാൻ ജയിച്ചിട്ടുണ്ട്. ദേവന്മാരും അസുരന്മാരും ഗന്ധർവന്മാരും എൻ്റെ പേരു കേട്ടാൽ വിറയ്ക്കും. ദേവേന്ദ്രൻ എന്നെ ഒപ്പം സിംഹാസനത്തിലിരുത്തി ബഹുമാനിച്ചിട്ടുണ്ട്. ആ ദശരഥൻ ഭാര്യ നിമിത്തം മരിച്ചു എന്ന ദുഷ്കീർത്തി എനിക്കുണ്ടായല്ലോ. മറ്റൊരു പുരുഷനും ഇതുപോലെ ഭാര്യയ്ക്ക് അടിമയായി കാണില്ല. എൻ്റെ മരണം നിമിത്തം രാജ്യം തന്നെ ശിഥിലമായി പോകും. ഭരതൻ ഈ അനാചാരം നിമിത്തം നിന്നെയും ഉപേക്ഷിക്കും. ഞാൻ നിന്നെയും ഭരതനെയും മനസ്സാ ഉപേക്ഷിച്ചു കഴിഞ്ഞു. ഇന്നു മുതൽ ഞാൻ നിന്നെ വെടിഞ്ഞിരിക്കുന്നു. ഭരതൻ നൽകുന്ന ശ്രാദ്ധവും തർപ്പണവും ഒന്നും എനിക്ക് വേണ്ട. ഇങ്ങനെ കൈകേയിയെ ശപിക്കുകയാണ് ദശരഥൻ. രാമനും സീതയും ലക്ഷ്മണനും മാളികശാലയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ ദശരഥ മഹാരാജാവ് പറയുന്നതെല്ലാം പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. രാജാവിൻ്റെ ഇപ്രകാരമുള്ള വിലാപങ്ങൾ കേട്ട് എല്ലാവരും കരഞ്ഞുപോയി. ആ സമയത്ത് സുമന്ത്രർ അവിടേക്ക് എത്തിച്ചേർന്നു. കൈകൂപ്പിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ്, മഹാരാജാവേ, ഒരു നിവേദനം. രാമനും സീതയും ലക്ഷ്മണനും ഇന്ന് വനത്തിലേക്ക് പോവുകയാണ്. യാത്ര പറഞ്ഞ് വിട വാങ്ങാനായി അവർ 3 പേരും കാത്തു നിൽക്കുന്നു. ഇത് കേട്ട് ദശരഥ മഹാരാജാവ് പറയുകയാണ്, സാരഥി, എനിക്കൊന്നും അറിഞ്ഞുകൂടാ. 700 റാണിമാരെയും എൻ്റെ അടുക്കലേക്ക് വിളിച്ചു കൊണ്ടുവരൂ. ഇങ്ങനെ രാജാവ് പറഞ്ഞതനുസരിച്ച് സുമന്ത്രർ എല്ലാവരെയും വിളിച്ചു കൊണ്ടുവന്നു. നക്ഷത്രങ്ങളുടെ നടുക്ക് ചന്ദ്രൻ എന്നതുപോലെ രാജാവ് ശോഭിച്ചു. രാജാവിൻ്റെ കൽപ്പനയനുസരിച്ച് സുമന്ത്രർ പിന്നീട് രാമനെയും സീതയെയും ലക്ഷ്മണനെയും അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. പിതാവിൻ്റെ പാദങ്ങളിൽ വന്ദിച്ചുകൊണ്ട് രാമൻ യാത്ര പറഞ്ഞു. കൈകൊണ്ട് തൻ്റെ തല താങ്ങി രാജാവ് കരഞ്ഞുകൊണ്ടേയിരുന്നു. നിന്നെ ഇനി ഞാൻ കാണുകയില്ലല്ലോ മകനെ. നിന്നെ കാണാതെ ഞാൻ ജീവിച്ചിരിക്കുകയുമില്ല. നിന്റെ കൂടെ ഞാനും വനത്തിലേക്ക് വരുന്നു. ഇങ്ങനെ രാജാവ് കരഞ്ഞുകൊണ്ട് രാമനോട് പറഞ്ഞു, അച്ഛാ, അത് ശരിയല്ല. പുത്രൻ്റെ കൂടെ അച്ഛൻ പോകുന്നത് ശരിയല്ല. അങ്ങ് സമാധാനിക്കൂ. ഇങ്ങനെ രാമൻ പറഞ്ഞപ്പോൾ, രാമ, ഒരു രാത്രി കൂടിയെങ്കിലും ഇവിടെ താമസിക്കുക. നിന്റെ മുഖം ഞാനൊന്ന് നന്നായി കാണട്ടെ. ഇനി ഈ സുന്ദര മുഖം ഞാൻ കാണുകയില്ലല്ലോ. ഇങ്ങനെ പറഞ്ഞ് രാജാവ് വീണ്ടും കരഞ്ഞു. അപ്പോൾ രാമൻ അച്ഛനെ സമാധാനിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്, പോവുകയാണ് എന്ന് തീരുമാനിച്ചാൽ പിന്നെ എന്തിനാണ് ഒരു രാത്രി കൂടി താമസിക്കുന്നത്? എന്തിനാണ് സത്യം ലംഘിക്കുന്നത്? ഞാൻ ഇന്ന് പോകണമെന്നത് നിർബന്ധമാണ്. പോയില്ലെങ്കിൽ കൈകേയി അമ്മയ്ക്ക് അതിഷ്ടമായി എന്ന് വരില്ല. ഇന്നു മുതൽ അന്നം കഴിക്കുകയില്ല എന്ന് നിശ്ചയിച്ചിരിക്കുകയാണ്. വനത്തിൽ ചെന്നിട്ട് ഫലമൂലങ്ങൾ ഭക്ഷിക്കണം. അവിടുത്തെ പുത്രൻ അച്ഛൻ്റെ സത്യം പാലിച്ചു. കടം വീട്ടി കുലത്തിന് അലങ്കാരമായി തീരട്ടെ. അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം. ഇത് കേട്ടപ്പോൾ മഹാരാജാവ് സുമന്ത്രരോട് പറഞ്ഞു, ഇവർ പോകുമ്പോൾ ആന, കുതിര തുടങ്ങിയ ധാരാളം ധനവും കൊടുത്തയക്കണം. വനത്തിലുള്ള താപസന്മാർക്കും ഋഷിമാർക്കും ദാനം ചെയ്യട്ടെ. ദശരഥൻ ഇങ്ങനെ പറയുന്നത് കൈകേയി കേട്ടു. കൈകേയിക്ക് അതിഷ്ടമായില്ല. കൈകേയി പറയുകയാണ്, ഭരതന് രാജ്യം കൊടുക്കുവാൻ നിശ്ചയിച്ചു.
ഇനി അങ്ങതിൽ മാറ്റം വരുത്തരുത്. അങ്ങയുടെ പൂർവികനായി സഗരൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. അസമഞ്ജസൻ എന്നൊരു പുത്രനുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ആ പുത്രനെ സഗരൻ ഉപേക്ഷിച്ചു. അതുകൊണ്ട് രാമനെ വെടിയുവാൻ അങ്ങേക്ക് എന്തിനാണ് ഇത്രയും വിഷമം? സത്യം ചെയ്തിട്ട് മറ്റൊരു തരത്തിൽ അങ്ങ് പ്രവർത്തിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ കൈകേയി ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ദശരഥൻ ആക്രോശിക്കുകയാണ്. പാപി, സഗരന്റെ പുത്രൻ അസമഞ്ജസൻ ഒരു ദുരാചാരനായിരുന്നു. കുഞ്ഞുങ്ങളെ അവൻ ഞെക്കിക്കൊന്നിരുന്നു. കുട്ടികൾ മരിച്ച ദുഃഖത്തോടുകൂടി അവരുടെ മാതാപിതാക്കളും പ്രജകളും വന്ന് രാജാവിനോട് പറഞ്ഞപ്പോഴാണ് രാജാവ് അവനെ ഉപേക്ഷിച്ചത്. അതുപോലെയാണോ എൻ്റെ രാമൻ? എന്തു കാരണത്തിനാണ് എൻ്റെ രാമനെ ഞാൻ ഉപേക്ഷിക്കേണ്ടത്? അതുകൊണ്ട് നീ ഈ ഉദാഹരണമൊന്നും എന്നോട് പറയണ്ട. ഇങ്ങനെ ദശരഥ മഹാരാജാവ് വളരെയധികം ദേഷ്യത്തോടു കൂടി കൈകേയിയോട് പറഞ്ഞപ്പോൾ കൈകേയി എന്താണ് ശരിക്കും ഉദ്ദേശിച്ചത് എന്ന് രാമന് മനസ്സിലാകുന്നു. രാമൻ അച്ഛനോട് പറയുകയാണ്, ചെറിയമ്മ പറഞ്ഞത് ശരിയാണ്. രാജ്യം വിട്ട് വനത്തിൽ പോകുന്ന ഒരാൾക്ക് ആനയും കുതിരയും മറ്റു ധനങ്ങളും എന്തിനാണ് ഇങ്ങനെയുള്ള വസ്തുക്കളെ കൊണ്ടുപോകുന്നത്? എന്തു പ്രയോജനമാണുള്ളത്? മരവുരി വസ്ത്രമായി ധരിക്കണം. സീതയും ലക്ഷ്മണനും എൻ്റെ കൂടെ വരുന്നുണ്ട്. അതുകൊണ്ട് അച്ഛാ, ഞങ്ങൾക്ക് ഒന്നും വേണ്ട. ഞങ്ങൾ അങ്ങയുടെ സത്യം പാലിക്കുന്നതിനായി വനത്തിലേക്ക് പോവുകയാണ്. ഇങ്ങനെ ശ്രീരാമചന്ദ്രൻ പറഞ്ഞപ്പോൾ കൈകേയി പറയുകയാണ്, മരവുരി ഞാൻ തരാം രാമ, ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞ് മരവുരി കൈകേയി രാമൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു. ഇത് കണ്ടപ്പോൾ ദശരഥ മഹാരാജാവ് വീണ്ടും പൊട്ടിക്കരഞ്ഞ് ബോധം പോയി. 3 മരവുരിയിൽ 1 സീതയ്ക്കും 1 ലക്ഷ്മണനും 1 രാമനും കൈകേയി തൻ്റെ കയ്യാൽ കൊടുക്കുകയാണ്. ഇത് കണ്ടപ്പോൾ 700 റാണിമാരും പൊട്ടിക്കരഞ്ഞു. കണ്ണീർ ധാരധാരയായി ഒഴുകി. സീത എങ്ങനെ മരവുരി ധരിക്കും? ഇതായിരുന്നു എല്ലാവരുടെയും സങ്കടം. എല്ലാവരും നിലവിളിച്ചു. രാജാവിന് നെഞ്ചിൽ ഇടിവെട്ടേറ്റതുപോലെയാണ് തോന്നിയത്. കൈകേയി, നിന്റെ ഹൃദയം കരിങ്കല്ലാണ്. ഒരാളെ നീ കടിച്ചുള്ളൂ, പക്ഷേ 3 പേർക്ക് ആ കടിയേറ്റു. ലക്ഷ്മണനെയും സീതയെയും എന്തിനാണ് നീ വനത്തിലേക്ക് അയക്കുന്നത്? രാമൻ വനത്തിൽ പോകുന്നത് അച്ഛൻ്റെ സത്യം പാലിക്കാനാണ്. സീതയും ലക്ഷ്മണനും എന്തിനാണ് വനത്തിൽ പോകുന്നത്? ഇങ്ങനെ ദശരഥ മഹാരാജാവ് ചോദിക്കുകയാണ്. എന്നിട്ട് തല തല്ലി അദ്ദേഹം കരഞ്ഞു. കൈകേയിക്ക് യാതൊരു ഭാവവ്യത്യാസങ്ങളും ആ സമയത്ത് ഉണ്ടായില്ല എന്നുള്ളതും ശ്രദ്ധേയം. പുത്രവധുവായ സീത മരവുരി ധരിക്കുന്നത് കണ്ട് മഹാരാജാവ് പൊട്ടിക്കരഞ്ഞു. അവിടെ വന്ന ബന്ധുക്കളും മിത്രങ്ങളും ഗുരുക്കന്മാരും എല്ലാവരും പറഞ്ഞു, സീതയെ പോകരുത്, മരവുരി ഉപേക്ഷിക്കൂ, വസ്ത്രം ധരിക്കൂ. രാമൻ അച്ഛൻ്റെ സത്യം പാലിക്കട്ടെ, അതിന് പുത്രവധുവിന് എന്തു ബാധ്യത? പക്ഷേ പതിവ്രതയായ സീതാദേവി അത് അംഗീകരിച്ചില്ല. സീത ഭർത്താവിൻ്റെ പിതാവിൻ്റെ ആശീർവാദം മേടിച്ചു. അദ്ദേഹത്തെ നമസ്കരിച്ചു. പിന്നീട് തൊഴുകൈയോടുകൂടി ഭർത്തൃമാതാവായ കൗസല്യയുടെ അടുത്തു ചെന്നു. കൗസല്യ സീതയോട് പറഞ്ഞു, സീതേ, രാത്രിയും പകലും എപ്പോഴും ഭർതൃസേവ ചെയ്യുക. രാജപുത്രിയും രാജകുമാരിയുമാണ്. നീ ചെയ്തത് ലോകം കണ്ടുപഠിക്കും.
ധനികനാകട്ടെ ദരിദ്രനാകട്ടെ ഭർത്താവല്ലാതെ മറ്റൊരു വിചാരവും അവർക്ക് ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെ കൗസല്യാദേവി പറഞ്ഞപ്പോൾ സീത പറയുകയാണ്, ഭർത്താവിൻ്റെ സേവ ചെയ്യുവാൻ, ഭർത്താവിനെ സേവിക്കുവാൻ അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അതിനു വേണ്ടിയാണ് ഞാനിപ്പോൾ വനത്തിലേക്ക് പോകുന്നത്. ഇങ്ങനെ സീത കൗസല്യയോട് പറഞ്ഞു. അതിനുശേഷം കൗസല്യ സീതയോട് പറയുകയാണ്, മകളെ, നിന്നെപ്പോലെ ഒരു വധുവിനെ കിട്ടിയത് ഞാൻ ഭാഗ്യമായി കരുതുന്നു. അതിനുശേഷം കൗസല്യ രാമനെ ഉപദേശിച്ചു. ജാനകിയുടെ രൂപസൗന്ദര്യം 3 ലോകങ്ങളെയും ആകർഷിക്കുന്നതാണ്. ഭയാനകമാണ് വനം. എപ്പോഴും ശ്രദ്ധ വേണം. അതിനുശേഷം സുമിത്ര ലക്ഷ്മണനെ ഉപദേശിച്ചു. ഹരേ കൃഷ്ണ. ശ്രദ്ധിച്ചു കേൾക്കണം. രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗം ഏതാണ് എന്ന് വിക്രമാദിത്യ മഹാരാജാവ് വരരുചിയോട് ചോദിച്ചപ്പോൾ, വരരുചി ആരാണ്? പറയിപ്പറ്റ പന്തിരുകുലത്തിലെ ആ 12 മക്കളുടെയും അച്ഛനാണ് ബ്രാഹ്മണനായ വരരുചി. ആ വരരുചി കണ്ടെത്തി പറഞ്ഞു കൊടുക്കുന്ന ഉത്തരമാണ് ഇനി ഞാൻ പറയുന്നത്. ആ കഥ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. രാമായണത്തിലെ ഏറ്റവും ഉത്തമമായ ശ്ലോകം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അതായത് സുമിത്ര തൻ്റെ പുത്രനായ ലക്ഷ്മണനെ ഉപദേശിക്കുന്ന ഭാഗം എന്താണ് പറഞ്ഞത്? ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. മകനെ ലക്ഷ്മണ, ജ്യേഷ്ഠനെ അനുസരിക്കണം. എല്ലാ ശാസ്ത്രങ്ങളിലും ജ്യേഷ്ഠൻ പിതാവിന് തുല്യനാണ് എന്ന് പറയുന്നു. ശ്രീരാമചന്ദ്രനെ നീ അച്ഛൻ്റെ സ്ഥാനത്ത് കണ്ട് ബഹുമാനിക്കണം, അനുസരിക്കണം. ഇനി നിനക്ക് സീതയാണ് അമ്മ. സീതയെ എൻ്റെ സ്ഥാനത്ത് കണ്ട് അനുസരിക്കണം, ബഹുമാനിക്കണം. ഇനി നീ താമസിക്കാൻ പോകുന്നത് കാട്ടിലാണ്. ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങൾക്കവിടെ ഉണ്ടാകാം. പക്ഷേ ആ കാട് ഇനി മുതൽ നിനക്ക് അയോധ്യയാണ്. കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സഹിച്ച് സന്തോഷത്തോടു കൂടി പോവുക. പിതാവിനെ പോലെ ജ്യേഷ്ഠനെ കാണുക, അമ്മയെപ്പോലെ സീതയെ കാണുക, കാടിനെ അയോധ്യയായി കാണുക. ഇങ്ങനെ സുമിത്ര മകനെ ഉപദേശിച്ച് അനുഗ്രഹിച്ചു. ലക്ഷ്മണൻ അമ്മയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. ഹരേ കൃഷ്ണ. ഇതാണ് രാമായണത്തിലെ ഏറ്റവും ഉത്തമമായ ശ്ലോകത്തിൻ്റെ അർത്ഥം. അതിനുശേഷം രാമൻ എല്ലാവരുടെയും പാദങ്ങളിൽ നമസ്കരിച്ചു. യാത്രയ്ക്ക് അനുവാദവും ചോദിച്ചു. അതിനുശേഷം കൈകേയിയുടെ പാദങ്ങളിലും നമസ്കരിച്ചു. എന്നിട്ട് പറയുകയാണ്, അനുവാദം തന്നാലും അമ്മേ, ഞങ്ങൾ വനത്തിലേക്ക് പോവുകയാണ്. നല്ലതോ ചീത്തയോ ആയ എന്തെങ്കിലും വാക്കുകളോ പ്രവൃത്തികളോ എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അമ്മ ക്ഷമിക്കണം. പക്ഷേ കൈകേയി ഒന്നും മിണ്ടിയില്ല. അതിനുശേഷം രാമൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഞാൻ വരുന്നത് വരെ അമ്മയെ പരിപാലിക്കണം. അത് കേട്ടപ്പോൾ ദശരഥൻ പറയുകയാണ്, എനിക്ക് ജീവനുണ്ടെങ്കിൽ നിന്റെ അമ്മയെ ഞാൻ പരിപാലിക്കും. രാമ, എൻ്റെ ഒരാജ്ഞയാണ്, നീ ലംഘിക്കരുത്. 3 ദിവസം നീ രഥത്തിൽ
യാത്ര ചെയ്യുക. രാമൻ അനുസരിച്ചു. രാജാജ്ഞ അനുസരിച്ച് സുമന്ത്രർ രഥം കൊണ്ടുവന്നു. ശ്രീരാമനും സീതയും ലക്ഷ്മണനും രഥത്തിൽ കയറി. രാമനും ലക്ഷ്മണനും സീതയും രഥത്തിൽ കയറി കാട്ടിലേക്ക് പോകുന്നത് കാണുന്നതിനായി, അവരെ അനുഗമിക്കുന്നതിനായി അയോധ്യയിലെ സ്ത്രീ പുരുഷന്മാരെല്ലാവരും വീടുവിട്ട് വഴിയുടെ ഇരുവശത്തും വന്നു നിന്നു. സുമന്ത്രരെ, രഥം നിറുത്തു, രാമന്റെ മുഖം ഞങ്ങളൊന്ന് കാണട്ടെ. ഇങ്ങനെ അവർ വിളിച്ചു പറഞ്ഞു. ആകെ തകർന്ന് രാജാവ് കൊട്ടാരത്തിൽ ഊർധ്വശ്വാസം വലിക്കുകയായിരുന്നു. പക്ഷേ രാമനും ലക്ഷ്മണനും ഇതൊന്നും അറിഞ്ഞില്ല. അവർ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ രാമൻ സുമന്ത്രരോട് പറഞ്ഞു, സുമന്ത്രരെ, എനിക്ക് അച്ഛൻ്റെ ദുർഗതി കാണുവാൻ കഴിയുന്നില്ല. രഥം വേഗം ഓടിക്കൂ. അച്ഛൻ്റെ മുമ്പിൽ നിന്നും വേഗം അകലെ പോകാം. ഇങ്ങനെ രാമൻ പറഞ്ഞപ്പോൾ സുമന്ത്രർ പറയുകയാണ്, ഒരു വാക്ക് പറഞ്ഞുകൊള്ളട്ടെ. അയോധ്യ നഗരി മുഴുവനും രാജാവിനോട് പിരിയുകയാണ്. അവർ ഇതാ ഈ രഥത്തിൻ്റെ പിന്നാലെ ഓടി വരുന്നുണ്ട്. അവർ തിരികെ പോകുന്നില്ല. അപ്പോൾ രഥത്തിന് വേഗം കൂട്ടുവാനായി രാമൻ പറഞ്ഞു. അങ്ങനെ രാമന്റെ ആജ്ഞ അനുസരിച്ച് സുമന്ത്രർ വായുവേഗത്തിൽ രഥം ഓടിച്ചു. കൈകേയിയുടെ അന്തഃപുര മാളികയുടെ മുകളിൽ നിൽക്കുന്ന രാജാവ് രഥം പോകുന്നതും നോക്കിയിരുന്നു. രഥം കണ്ണിൽ നിന്നും മറഞ്ഞപ്പോൾ രാജാവ് ബോധം കെട്ട് നിലത്തു വീണു. മന്ത്രിമാർ താങ്ങി എഴുന്നേൽപ്പിച്ചു, മുഖത്ത് വെള്ളം തളിച്ചു. ഒറ്റ ദിവസം കൊണ്ട് രാജാവിൻ്റെ ശരീരം മെലിഞ്ഞുണങ്ങിപ്പോയി. രാജാവിൻ്റെ ശരീരം ജീവനില്ലാത്തതുപോലെ കയ്യിൽ നിന്നും താഴെ വീണു. രാജാവിനെ മുറിയിൽ കിടത്തിയപ്പോൾ കൈകേയി വന്ന് രാജാവിനെ പിടിച്ചു. ദശരഥൻ അത്യധികമായ ക്രോധത്തോടുകൂടി കൈകേയിയോട് പറയുകയാണ്, തൊട്ടു പോകരുത്, നീ എന്നെ വധിച്ചിരിക്കുന്നു. ആദ്യം യുവതിയായിരുന്നപ്പോൾ രാപ്പകൽ മാറാതെ നിന്ന് ശുശ്രൂഷിച്ചു. അതിൻ്റെ ലക്ഷ്യം ഇതായിരുന്നു. ഇപ്പോൾ അതെല്ലാം വ്യക്തമായിരിക്കുന്നു. രാമനെ ഉപേക്ഷിപ്പിച്ചു, എല്ലാം നശിപ്പിച്ചു. ഇങ്ങനെ ദേഷ്യത്തോടുകൂടി കൈകേയിയോട് പറഞ്ഞിട്ട് വേച്ചു 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 നടന്ന് ദശരഥൻ കൗസല്യയുടെ ഭവനത്തിലേക്ക് പോയി. രണ്ടുപേരുടെയും ദുഃഖം ഒന്നായി തീർന്നു. രാത്രിയും പകലും രണ്ടുപേരും കണ്ണീരൊഴുക്കി. ഒരേ ദുഃഖത്തിൽ രണ്ടുപേർ ജീവിച്ചു. ഹരേ കൃഷ്ണ. അങ്ങനെ അച്ഛൻ്റെ വാക്കു പാലിക്കുന്നതിനായി രാമൻ വനത്തിലേക്ക് പോകുന്ന ഈ ദുഃഖകരമായ കാഴ്ച, അത് അയോധ്യാവാസികൾക്കെന്ന് മാത്രമല്ല, ഈ ലോകത്തിനു മുഴുവനും സങ്കടകരമായ കാര്യമാണ്. ഈ കഥ കേട്ട നിങ്ങളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ വന്നില്ലേ? ആ വേദന, ദശരഥൻ്റെയും കൗസല്യയുടെയും വേദന നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? ആ അമ്മയുടെ ഹൃദയവേദന നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നില്ലേ? നിങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ലേ? അന്ന് നിങ്ങളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ വീണിരുന്നില്ലേ? നിങ്ങൾ ഓർത്തു നോക്കുക. തീർച്ചയായിട്ടും ത്രേതായുഗത്തിൽ ആ സമയത്ത് ഈ കഥ കേൾക്കുന്ന എല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാം അന്ന് കണ്ണുനീരണിഞ്ഞിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. 100% ഉറപ്പാണ്. അതുകൊണ്ടാണ് ഈ കഥ ഇത്രയും മനോഹരമായി നിങ്ങൾക്ക് മനസ്സിൽ സങ്കല്പിക്കുവാൻ സാധിക്കുന്നത്. ഇനി അങ്ങോട്ട് സംഭവ ബഹുലമായ കാര്യങ്ങളാണ്
രാമൻ്റെയും സീതയുടെയും ലക്ഷ്മണൻ്റെയും ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്. അതൊക്കെ നമുക്ക് അടുത്ത അധ്യായങ്ങളിലായി പഠിക്കാം. എല്ലാ ദിവസവും രാമായണം കഥാരൂപത്തിൽ കേൾക്കുക. മാധവത്തിൻ്റെ കൂടെ എന്നും ഉണ്ടാവുക. കഥകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അത് ഭക്തി തന്നെയാണ്. അതിന് സാധിക്കുന്നില്ലെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമജപം അത് മാത്രമേ ഉള്ളൂ നമുക്ക് രക്ഷ. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.